ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഗൂഢാലോചന പരാജയപ്പെടുത്തി ഇന്ത്യ. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ഇന്ത്യയിൽ വൻ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. അവസരം കിട്ടുമ്പോൾ ഇന്ത്യയെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ വൻ ഗൂഢാലോചനകളാണ് നടത്തുന്നത്. എന്നാൽ ഇന്ത്യ അതീവ ജാഗ്രതയിലായതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏതൊരു ആക്രമണ ശ്രമവും മുളയിൽ തന്നെ നുള്ളുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലെ അതിർത്തിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകളിലൂടെ വെടിക്കോപ്പുകൾ വർഷിച്ചു. തുടർന്ന് രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ BSFന്റെയും ജമ്മു പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെയും സംയുക്ത സംഘം ഈ വെടിക്കോപ്പുകൾ കണ്ടെത്തി. വെള്ളിയാഴ്ച രാത്രി രാജ്പുര പ്രദേശത്തെ പാലാപുര ഗ്രാമത്തിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. ഒരു ചൈനീസ് HE ഗ്രനേഡ്, 16 റൗണ്ട് 9mm വെടിയുണ്ടകൾ, ഒരു ഗ്ലോക്ക് പിസ്റ്റൾ, ഒരു മാഗസീൻ, ഒരു സ്റ്റാർ പിസ്റ്റൾ, 2 മാഗസീനുകൾ എന്നിവ അടങ്ങിയ ഒരു പാക്കേജ് സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്താനായി പോലീസിന്. വരാനിരിക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തടസ്സപ്പെടുത്താനുള്ള തീവ്രവാദികളുടെ ശ്രമം തടയുന്നതിനായി കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് ഇവ കണ്ടെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ഇന്ത്യക്കെതിരെയും ജമ്മു കാശ്മീരിനെ ലക്ഷ്യമിട്ട് ലഷ്കറെയും ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളും സംഘടിതമായ ആക്രമണങ്ങൾക്കായി ഒരുങ്ങുന്നതായ ഇന്റലിജൻസ് റിപ്പോർട്ട് നവംബറിൽ പുറത്തു വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 6 മാസങ്ങൾ കഴിഞ്ഞാണ് ഈ നീക്കമുണ്ടായത്. റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ മുതൽ ജമ്മു കാശ്മീരിൽ ഭീകരർ നുഴഞ്ഞുകയറവും അതിർത്തിക്കപ്പുറം നിന്നുള്ള ആയുധങ്ങൾക്കും വസ്തുക്കൾക്കും കൈമാറ്റവും വർദ്ധിപ്പിച്ചു. പാകിസ്ഥാനിലെ ISIയും സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പും സഹായം നൽകുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. പാക് അധീന കാശ്മീരിൽ ഒക്ടോബറിൽ നടന്ന യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി, ഹിസ്ബുൾ മുജാഹിദീൻ, ISI എന്നിവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. നിഷ്ക്രിയമായിരുന്ന ഭീകരരെ പുനർജീവിപ്പിക്കാനും മുൻ ഭീകരർക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം നൽകാനും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യത്തെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കാനാണ് ISI നിർദ്ദേശം നൽകിയതെന്നും കാശ്മീരിലെ സഹപ്രവർത്തകരെ കണ്ടെത്താനുള്ള പ്രവർത്തനം ലഷ്കർ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലേറ്റ തിരിച്ചടിയുടെ കൽപ്പ് പാകിസ്ഥാന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവസരം കിട്ടിയാൽ തിരിച്ചടിക്കാനുള്ള എല്ലാ വഴികളും നോക്കി നിൽക്കുകയാണ് പാകിസ്ഥാൻ ഭീകരർ. അതേസമയം ഏപ്രിൽ 22-ന് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് മെയ് 7 മുതൽ 10 വരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. ഇതിൽ 26 പേർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു. പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ നശിപ്പിച്ചു. 7 ഇന്ത്യൻ സൈന്യവും 2 ഇന്ത്യൻ വ്യോമസേനയും ആക്രമണങ്ങൾ കൃത്യവും കൃത്യതയുള്ളതും സമയബന്ധിതവുമായിരുന്നു. ആക്രമണ നിയന്ത്രണം നിലനിർത്തുന്നതിനൊപ്പം പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ സൈനിക സിവിലിയൻ ആസ്തികൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിടാനുള്ള പാകിസ്ഥാന്റെ തുടർന്നുള്ള ശ്രമങ്ങൾ ആർമി എയർ ഡിഫൻസ് യൂണിറ്റുകൾ വിജയകരമായി പരാജയപ്പെടുത്തി. സംയോജിത കൗണ്ടർ USന്റെയും പാളികളുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും ഫലപ്രാപ്തി ഇത് പ്രകടമാക്കി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.